നടൻ തന്നെയാണ്. MT രമേശ് പറഞ്ഞത് അദ്ദേഹം 80% സിനിമാക്കാരനും 20% മാത്രമാണ് രാഷ്ട്രീയക്കാരൻ. ഞാൻ പറയുന്നത് 20% പോലും ഞാൻ രാഷ്ട്രീയക്കാരനല്ല, ഞാൻ 2% മാത്രമാണ് രാഷ്ട്രീയക്കാരൻ. നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ താത്തിക്കെട്ടാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ഡോക്ടർ സമൂഹത്തോട് നിങ്ങൾ എന്ത് പറയും? ഒരു എഞ്ചിനീയർ സമൂഹത്തോട് നിങ്ങൾ എന്ത് പറയും? ഇദ്ദേഹത്തെ പോലെയുള്ള ടെക്നോക്രാറ്റ്സിന്റെ ഒരു സമൂഹത്തോട് നിങ്ങൾ എന്ത് പറയും? ഈ സൊസൈറ്റിയുടെ പ്രബലമായ വിഭാഗങ്ങളാണ് ഇതൊക്കെ. സിനിമ ഒട്ടും മോശമല്ല. സിനിമാക്കാരന്റെ പോസ്റ്റർ ഒട്ടിക്കുന്നതിന് വരെ നിങ്ങൾ ഈ കാണുന്ന നീളൻ വീതിയിൽ ഒട്ടിച്ചിരിക്കുന്ന 6 ഷീറ്റ് പോസ്റ്ററിന് കോസ്റ്റ് എന്ന് പറയുന്നത് 50 മുതൽ 100 രൂപ വരെയാണ്. അത് പക്ഷെ മതിൽ ഒട്ടിച്ചു വരുമ്പോൾ അതിന്റെ ഇരട്ടി കാശാവുന്നുണ്ട്. നിങ്ങളുടെ സർക്കാരിന്റെ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തുകളുമാണ് ആ കാശ് പിടുങ്ങുന്നത്. അതാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളമായിട്ട് കൊടുക്കുന്നത്. പിന്നെന്താ ഈ 88% അല്ലെങ്കിൽ 98% സിനിമയോട് എന്തിനാണ് പുച്ഛം? തിരിച്ച് സിനിമാ വ്യവസായത്തിന് ഒരു പൈസ ലോൺ കൊടുക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഇവിടെ ഒരു കേരള ബാങ്ക് ഉണ്ടല്ലോ, കൊടുക്കുന്നുണ്ടോ? അപ്പൊ മാർവാടിയുടെ കൊള്ള പലിശ കൊടുത്ത് സിനിമാ വ്യവസായം ഇവിടെ നിലനിർത്തുന്നത് ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രബലമായ വ്യവസായം ഏതാണെന്ന് ചോദിച്ചാൽ അത് സിനിമാ വ്യവസായം. അങ്ങനെ എനിക്ക് പറയാൻ സാധിക്കും. ആ സിനിമയിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരും, അത് ചായ എടുത്തു കൊടുക്കുന്ന പയ്യനായാലും ആ ഗ്ലാസ് കഴുകി വെക്കുന്ന സ്ത്രീയോ പുരുഷനോ ആയാലും അവരെല്ലാം നിങ്ങളെപ്പോലെ തന്നെ ബുദ്ധിയും നിങ്ങളെപ്പോലെ തന്നെ വികാരങ്ങളും ഉള്ളവരാണ്. അവരെങ്ങനെയാണ് അസംബ്ലിയിൽ നിന്നിട്ട് അതൊക്കെ സിനിമയിൽ നടക്കുന്നു? ഓ, സിനിമാക്കാരൻ വന്നിരിക്കുന്നു, അതെന്ത് ഡിസ്ക്രിമിനേഷനാണ്? അത് റേസിസം അല്ലേ? ആ റേസിസം മുന്നോട്ട് വെച്ചിട്ടുള്ള നേതാക്കൾ ആരൊക്കെയാണെന്ന് പോയി പരിശോധിക്കും. ഉന്നതമായ പ്രത്യയശാസ്ത്രത്തിന്റെ കേരളത്തിലെ കൊടി പിടിക്കുന്ന ഉന്നതന്മാരാണ്, സമുന്നതന്മാരെന്ന് ഞാൻ പറയും. അപ്പൊ കുമ്പാരി സമൂഹത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എനിക്ക് സാറിനോട് പറയാനുള്ളത്, ഇത് ഏതാണ്ട് 97 ഒരു ഉരുൾപൊട്ടലുണ്ടായി വാഗമണ്ണിൽ. ഫോട്ടോഗ്രാഫി മേഖലയിലെ ഉന്നതനായ വിക്ടറിനെ നമ്മളിൽ നിന്ന് കവർന്നെടുത്ത ഒരു ഉരുൾപൊട്ടലായിരുന്നു.